എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇംപെക്സ് കമ്പനിയുടെ ഒരു ഇൻഡക്ഷൻ കുക്കറാണ്. അപ്പോൾ ഈ ഇൻഡക്ഷൻ കുക്കർ നമ്മുടെ ടെക്നീഷ്യന്മാർ നോക്കി അതിൽ വെടിയും പുകയൊക്കെ കഴിഞ്ഞ് ഒരു പൊട്ടിത്തെറിയലൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ ഇൻഡക്ഷൻ കുക്കർ. അപ്പോൾ നമുക്കിപ്പോൾ ഡയറക്റ്റ് കറണ്ടിൽ കൊടുത്ത് ഇത് ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷനൊന്നും അല്ല. കറണ്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചതുകൊണ്ട് നമുക്കിതിനകത്ത് നമുക്ക് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കത്തിപ്പോയിട്ടുള്ളത് എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടെ അമർത്തുക. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓൾറെഡി ഇത് ഓപ്പൺ ആയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ കാണാൻ കഴിയുന്നുണ്ടല്ലോ ഈ ഒരു മാർക്കിങ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ വൈറ്റ് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് നമുക്കിതൊന്ന് ഊരി നോക്കാം. അത് നമുക്കിതിനകത്ത് നിന്ന് ഈ ബോർഡൊക്കെ ഒന്ന് അഴിച്ചെടുക്കാം, മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടുത്തെ ആർക്കിങ് കാണുന്നുണ്ട്. ഇവിടെ ആർക്ക് ചെയ്തിരിക്കുന്നത് അത് ഫ്യൂസിൻ്റെ സൈഡാണ് ആർക്ക് ചെയ്തിരിക്കുന്നത്. ഫ്യൂസ് നല്ല ബൾജിയായിട്ട് നിൽക്കണം, അത് പൊട്ടിത്തെറിച്ചിട്ട് ബൾജിയായിട്ട് നിൽക്കുന്നുണ്ട്. ക്രോസായിട്ട് ഒരു ഫ്യൂസ് കമ്പി കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാര്യം ഇത് ക്രോസ് ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഇതിന് അടിയിൽ കൂടെ അടുത്ത ലൈനും കൂടെ പോകുകയാണ്. ഈ എന്തെങ്കിലും കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൽ ഇത് ഷോർട്ടായി, കമ്പി ഷോർട്ടായി കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കത്തേ ഉള്ളൂ. നമുക്കതിൻ്റെ IGBT ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇത് റെക്ടിഫയർ ഡയോഡ്, ഇത് IGBT ഷോർട്ടഡ് ആണോ എന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ ബീപ്പ് മോഡിലിടുക. ബീപ്പ് മോഡിലിട്ടിട്ട് IGBT ഷോർട്ടഡ് ആണ്. IGBT സോഴ്സ്, ഡ്രെയിന്, ഗേറ്റ് ഇതെല്ലാം ഷോർട്ടിങ് ആണ് കാണിക്കുന്നത്. റെക്ടിഫയർ ഡയോഡ് ഷോർട്ടിങ് ഒന്നുമില്ല. അപ്പോൾ ഈ IGBT ആദ്യം ഇതിനകത്ത് നിന്ന് അഴിച്ചെടുക്കാം. IGBT കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഷോർട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് IGBT ഷോർട്ടായിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഫ്യൂസ് പോയിരിക്കുന്ന കണ്ടിട്ട് പുള്ളി ഫ്യൂസ് കെട്ടിയിട്ടിട്ട് ഡയറക്റ്റ് കൊടുത്തു. അതായത് സേഫ് ആണോ ഇല്ലയോ എന്ന് നോക്കാതെ ഡയറക്റ്റ് കൊടുത്തു. അതുകൊണ്ട് മൊത്തത്തിലങ്ങ് കത്തിപ്പോയി. ഇതാണിപ്പോൾ ഇതിൽ സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇൻഡക്ഷൻ കുക്കർ എപ്പോൾ സർവീസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ഓക്കെ ആണ് എന്ന് നമുക്ക് തോന്നുന്നത് വരെയും നമ്മളിത് സീരിയൽ വാൽവിലേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വലിയൊരു ഡാമേജസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇതിലൊരു പുതിയ IGBT ഇടണം, പിന്നെ ഈ ഒരു ഫ്യൂസും മാറണം. ഈ രണ്ട് കാര്യങ്ങളും കൂടെ മാറിയിട്ട് നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തിരുന്ന IGBT മാറിയിട്ട് വേറൊരു IGBT ഇട്ടിട്ടുണ്ട്. ഈ ഫ്യൂസും മാറിയിട്ടുണ്ട്. ഇത് രണ്ടും ഇതിനകത്തുനിന്ന് ഞാനിപ്പോൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പവർ കണക്ഷൻ കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് അതൊക്കെ പാക്കേജിനകത്ത് ഓക്കെ ഫാനിൻ്റെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്, സെൻസറിൻ്റെ കണക്ഷൻ കൊടുത്തു. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേ പാനൽ കണക്ഷൻ കൊടുക്കാം. എന്നിട്ട് ഫ്രണ്ട് ഡിസ്പ്ലേ പാനൽ നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് പവർ കൊടുത്തിട്ട് ഇതൊന്ന് ഓൺ ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഈ ഫാന് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മൾ ഈ പവർ പ്ലഗ് ചെയ്യുന്നത് സേഫ് ആണെന്ന് ഉറപ്പ് വരുന്നത് വരെ നമ്മൾ സീരിയൽ ബൾബിൽ തന്നെ കണക്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഫാന് കറങ്ങിയിട്ട് നിന്നിട്ടുണ്ട്. ഇവിടെ സെഗ്മെൻറ്റ് LED മൈനസ് ആയിട്ടുള്ള 4 മൈനസ് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ E9 ഉള്ള എറർ നമുക്ക് മെയിൻ ബോർഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എററാണ്. ഈ ഒരു ബോർഡ് എടുക്കാം, ഇതിന് തല തിരിച്ച് വയ്ക്കണം. ഓക്കെ, ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്യാൻ ഈ ഒരു മോഡലിൽ ഉള്ള എറർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ചെക്ക് ചെയ്യാനുള്ളത് ലോ വോൾട്ടേജ് ആൻഡ് ഹൈ വോൾട്ടേജ്. ലോ ആൻഡ് ഹൈ വോൾട്ടേജ് വരുമ്പോഴത്തേക്കാണ് എറർ വരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇതേ കണക്ക് സീരിയൽ ബൾബ് കൊടുത്ത് ഓൺ ചെയ്യുക. ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് മെയിൻ വോൾട്ടേജ് എത്ര വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. മെയിൻ വോൾട്ടേജ് നമുക്ക് ഒരു 290 മുതൽ 320 വോൾട്ടിനിടയിൽ നമുക്ക് മെയിൻ കപ്പാസിറ്റർ വോൾട്ടേജ് DC വോൾട്ടേജ് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ നമ്മൾ DC റേഞ്ചിൽ വയ്ക്കുക. ഞാനിപ്പോൾ മൾട്ടിമീറ്റർ DC റേഞ്ചിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടുത്തെ മെയിൻ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് 208 വോൾട്ടേ വരുന്നുള്ളൂ. അപ്പോൾ 208 അല്ല, ഇവിടെ നമുക്ക് എത്ര വോൾട്ടേജ് വരണം? 290നും 320നും ഇടയ്ക്ക് വോൾട്ടേജ് വരണം. ആ വോൾട്ടേജ് അവിടെ ഇല്ലാത്തത് കൊണ്ടിട്ടാണ് നമുക്കിപ്പോൾ
E9 എറർ വരുന്നത്. അപ്പോൾ എവിടെയാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റെക്ടിഫിക്കേഷൻ കഴിഞ്ഞ് വരുന്ന ഈ ഒരു കപ്പാസിറ്ററിൽ 290 വോൾട്ട് സ്റ്റോറേജ് ആവണം. ഇതാണ് ബൂസ്റ്റപ്പ് ചെയ്യുന്ന കപ്പാസിറ്റർ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു കപ്പാസിറ്റർ ഒന്ന് അഴിച്ച് ചെക്ക് ചെയ്ത് നോക്കാം, ഇതിൻ്റെ വാല്യൂയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഇല്ലയെന്ന്. ഓക്കെ, ഈ കപ്പാസിറ്റർ അഴിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ കപ്പാസിറ്റർ ഡാമേജ് ആയിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇവിടെ കണ്ടല്ലോ, ഈ കപ്പാസിറ്റർ ഡാമേജ് ആയിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇത് 5UF 400 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. അപ്പോൾ ഈ കപ്പാസിറ്റർ നമുക്ക് ആദ്യം ഒന്ന് മാറാം. അപ്പോൾ ഞാൻ 5UF 400 വോൾട്ടിൻ്റെ വേറൊരു കപ്പാസിറ്റർ, ഇത് വേറെ ബോർഡിൽ നിന്ന് അടിച്ചിട്ടിരുന്നതായിരുന്നു, ആ ഒരു കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ നമുക്ക് ഇതിനകത്തോട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമ്മളിപ്പോൾ കപ്പാസിറ്റർ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കപ്പാസിറ്ററിൽ എത്ര വോൾട്ടേജ് സ്റ്റോർ ആവുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്കിപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിത് പവർ കൊടുത്ത് ഒന്ന് ഓൺ ചെയ്യണം. ഇനി ആ കപ്പാസിറ്ററിൽ ഒന്ന് ചെക്ക് ചെയ്യാം എത്ര വോൾട്ടേജ് ഉണ്ടെന്ന്. നമുക്കിവിടെ 316 വോൾട്ട് കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പഴയ കണക്കൊന്ന് വെച്ചിട്ട് ഒന്ന് ഓൺ ചെയ്ത് ആ എറർ കോഡ് വരുന്നുണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്കിവിടെ 4 ഡോട്ട്സ് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ പവർ ഓൺ ചെയ്യണം. ഇപ്പോൾ E0 എറർ വന്നിട്ടുണ്ട്. E0 എറർ എന്ന് പറയുന്നത് പാത്രം, അതായത് നമ്മൾ വെക്കുന്ന ആ പാത്രം അത് സെൻസ് ചെയ്യാത്തതുകൊണ്ടാണ് E0 എറർ വരുന്നത്. അപ്പോൾ പാത്രം സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ E0 എറർ പോയിട്ട് പാത്രം ചൂടാവും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ഈ ഒരു ബാക്ക് ഈ ബോർഡും കാര്യങ്ങളും ഇതെല്ലാം നമുക്കൊന്ന് ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ട് ഒന്ന് പാത്രം വെച്ച് ഒന്ന് ചൂടാക്കി നോക്കാം. അപ്പോൾ ഞാനിത് പഴയത് കണക്കിന് എല്ലാം ബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ ആ കംപ്ലൈൻറ്റ് എല്ലാം മിസ്റ്റേക്ക് വന്നതെല്ലാം ഈ ഡാമേജസ് ആയിട്ടുള്ള കമ്പോണൻസുകളെല്ലാം മാറ്റി പഴയത് കണക്കിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന്. ഇപ്പോൾ നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്, ഇത് ഓണായി. ഇപ്പോൾ 1100 വന്നിട്ട് E0 എറർ വന്നിട്ടുണ്ട്. E0 എറർ. അതിനുശേഷം നമ്മൾ പാത്രം വയ്ക്കുക. ഇതിപ്പോൾ ഓഫായിപ്പോയി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇത് സീരിയൽ ബൾബിലാണ് കണക്ഷൻ കൊടുത്തിരുന്നത്. ഇത് പിന്നെ ഓണായിട്ട് ആക്റ്റീവായി ഓഫായി പോകും, അതായത് ആ വോൾട്ടേജ് അവിടെ ഡ്രോപ്പായി പോകുന്നുണ്ട്. ഇപ്പോൾ നമുക്കിത് സെക്യൂറാണ്. ഇനി നമുക്കിത് ഡയറക്റ്റ് കറണ്ടിൽ കൊടുക്കാം. അപ്പോൾ ഞാനിത് ഊരിയിട്ട് ഡയറക്റ്റ് കറണ്ടിൽ കൊടുക്കുകയാണ്. ഡയറക്റ്റ് കറണ്ടിൽ കൊടുത്ത് ഇപ്പോൾ ഇത് ഓണായിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഓൺ ചെയ്യണം. ഇപ്പോൾ ഇത് ചൂടാവുന്നുണ്ട്. ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ഇട്ടിട്ടുണ്ട്. വെള്ളം പെട്ടെന്ന് തന്നെ ചൂടാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പഴയ കണ്ടീഷനിൽ നമുക്കിത് വർക്കിംഗ് ആയിട്ടുണ്ട് തിരിച്ച്. അപ്പോൾ എന്താണ് ഇതിനകത്ത് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.